ഒരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് കറണ്ട്, ഇലക്ട്രിസിറ്റി? കാരണം അവിടെ നിന്ന് തുടങ്ങിയെങ്കിലേ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഇലക്ട്രീഷ്യൻ ആവാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോ എന്താണ് കറണ്ട്? കറണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ വേറെ സാധനങ്ങളാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്നത് കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എനി കണ്ടക്ടർ എന്നാണ്. കണ്ടക്ടർ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എനി കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട് എന്നാണ്. അതായത് ഏതൊരു ചാലകത്തിൽ കൂടെയുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഒഴുകുന്നത്? ഇലക്ട്രോണുകൾ ഒഴുകുന്നത് എങ്ങനെ? എന്താണ് ചാലകം അല്ലെങ്കിൽ കണ്ടക്ടർ? ഈ രണ്ട് ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പോ ഈ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് അറിയണമെങ്കിൽ കുറച്ച് നമുക്കൊന്ന് കെമിസ്ട്രിയിലോട്ട് പോകേണ്ടി വരും. ആറ്റം മുതൽ തുടങ്ങേണ്ടി വരും. ഞാനത് കുറച്ച് അത് പറഞ്ഞു തരാം, ഒരുപാട് അതിലോട്ട് പോകില്ല. ഇലക്ട്രോണുകൾ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫ്ലോ ആവുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് അറിയണം. അതിന് ഞാൻ ചെറിയൊരു ആറ്റത്തിന്റെ, ഇപ്പൊ നമ്മൾ കോപ്പർ എന്ന് പറയുന്ന ഒരു ചാലകമാണല്ലോ. കോപ്പർ എങ്ങനെയാണ് ഒരു ചാലകമാവുന്നത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് കോപ്പറിലൂടെ എന്തായാലും ഇലക്ട്രിസിറ്റി കടന്നു പോകും, നമുക്കറിയാം. അപ്പൊ അത് വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. കോപ്പറിന്റെ ആറ്റത്തിന്റെ ഒരു ഘടന ഞാനിവിടെ വരയ്ക്കാം. ഇതൊരു കോപ്പറിന്റെ ആറ്റമാണ്. കോപ്പറിന്റെ ആറ്റത്തിന് അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, 4 ഷെല്ലുകളുണ്ട്, 4 എനർജി ലെവൽസ് ഉണ്ട്. ഈ ആദ്യത്തെ എനർജി ലെവലിൽ 2 ഇലക്ട്രോണുകളുണ്ട്. നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുറ്റുന്നതായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ എനർജി ലെവലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. രണ്ടാമത്തേൽ 8 ഇലക്ട്രോൺസ് ചുറ്റുന്നുണ്ട്, 8 എണ്ണം ചുറ്റുന്നുണ്ട്. മൂന്നാമത്തെ എനർജി ലെവലിൽ 18 എണ്ണം ചുറ്റുന്നുണ്ട്. ചുറ്റുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ എനർജി ലെവലിൽ 1 ഇലക്ട്രോൺ ചുറ്റുന്നുണ്ട്. ഇതാണ് കോപ്പറിന്റെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ കാണാം, ഈ ന്യൂക്ലിയസിൽ നിന്ന് അപ്പോ ഇതിനകത്ത് 29 ഇലക്ട്രോൺസ് ആണ് കോപ്പറിനുള്ളത്, കോപ്പറിന്റെ ആറ്റത്തിനുള്ളിലുള്ളത്. 29 ഇലക്ട്രോൺസ്, 29 പ്രോട്ടോൺസ്, 35 ന്യൂട്രോൺസ്. ഇത്രയാണ് കോപ്പറിന്റെ ആറ്റത്തിനുള്ളിലുള്ളത്. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഈ ഇലക്ട്രോണുകളാണ് ചുറ്റുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ അവസാനത്തെ എനർജി ലെവലിലുള്ള ഷെല്ലില് 1 ഇലക്ട്രോൺ ആണ് ചുറ്റുന്നത്. ഈ ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതിനിവിടെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. കാരണം ഇത് ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. ഇവ തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ആറ്റങ്ങൾ ഒരു കോപ്പർ കണ്ടക്ടറിനകത്ത് ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇതിന് ഞാൻ ചെറുതാക്കി ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഒരു ഔട്ടർ ലെയറിൽ ഒരു ആറ്റം, 1 ഇലക്ട്രോൺ ഉണ്ട്, ഇത് ന്യൂക്ലിയസ് ഉണ്ട്. ഇങ്ങനെ വരയ്ക്കാം. ഞാനിവിടെ ഒരു കോപ്പർ ചാലകം വരയ്ക്കുകയാണ്. കോപ്പർ ചാലകം, ഇതിനകത്ത് ഈ 1 ഇലക്ട്രോൺ ഉള്ള, ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള കോപ്പറിന്റെ ആറ്റങ്ങളാണ്. മനസ്സിലായില്ലേ?
ഇപ്പോ നമ്മൾ ഈ കണ്ടക്ടറിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവും. സർക്യൂട്ട് ആകുമ്പോൾ എന്തൊരു ബാറ്ററിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് രൂപപ്പെടും. ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയിലുള്ള നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പുഷ് ചെയ്യപ്പെടും, ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് എന്ത് പറ്റും, ഇത് ഈ കണ്ടക്ടറിലുള്ള, ഇതും കണ്ടക്ടർ തന്നെയാണ്, ഞാൻ ഇവിടെ വലുതാക്കി വരച്ചത് തന്നെയുള്ളൂ. ഈ കണ്ടക്ടർ എന്ത് പറ്റും, ഈ ഇതിലുള്ള ഇലക്ട്രോൺസ് നേരെ ഈ കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസിലോട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ ചാർജ് കൊണ്ട് തന്നെ ഈ കണ്ടക്ടറിനുള്ളിലുള്ള കോപ്പറിന്റെ ആറ്റത്തിലെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോണുകൾ മൂവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ ഈ കണ്ടക്ടറിലോട്ട് കിട്ടുന്ന സമയത്ത് ഇതിന് ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വരും. അതായത് ഇത് ഈ ആറ്റത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് അടുത്തതിലോട്ട് പോകും. അടുത്തതിലിരിക്കുന്നത് അത് തിരിച്ച് അടുത്തതിലോട്ട് പോകും. ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് മാത്രമല്ല കാരണം, ഈ പോസിറ്റീവ് സൈഡിൽ നിന്ന് എന്ത് പറ്റും, ഇങ്ങോട്ടൊരു വലിവ് സംഭവിക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് സൈഡിലോട്ട് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിൽ നിന്നും ഇലക്ട്രോണുകൾ പുറത്തോട്ട് തള്ളുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഈ കണ്ടക്ടറിലുള്ള ഇലക്ട്രോണുകളെ ഇത് എന്ത് പറ്റും, അകത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അകത്തോട്ട് വലിക്കുമ്പോൾ ഇവിടെ എന്തായ ഒരു ഫ്രീ സ്പേസ് ആയി. അപ്പോൾ ഈ ഇലക്ട്രോണിന്, ഈ ആറ്റത്തിന് എന്ത് പറ്റും, അടുത്തിരിക്കുന്ന ആറ്റത്തിന്റെ ഈ ഒരു ഇലക്ട്രോണിനെ തിരിച്ചിങ്ങോട്ട് വലിക്കും. അപ്പൊ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ആയി. ഈ ഫ്രീ നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് അടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ അടുത്തോട്ട് വലിക്കും. ഇങ്ങനെ ഈ ബാറ്ററിയിലോട്ടുള്ള വലിയും ഇവിടെ നിന്നുള്ള തള്ളലും കാരണം ഇവിടെ ഒരു കണ്ടിന്യൂസ് ഇലക്ട്രിക് ഫ്ലോ ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ചാടി ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് ഈ ഇലക്ട്രോണുകളെ പുഷ് ചെയ്യുന്ന ഒരു ബലം ഉണ്ടല്ലോ, ആ ബലത്തിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് എന്ന ബലം ഉള്ളത് കൊണ്ടാണ് ഈ ബാറ്ററിയിൽ റിയാക്ഷൻ നടന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് കാരണമാണ് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് തള്ളപ്പെടുന്നതും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കപ്പെടുന്നതും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിപ്പോ രണ്ട് സാധനങ്ങൾ കിട്ടി. ഒന്ന് കറണ്ടും, രണ്ട് വോൾട്ടേജ്. ഈ രണ്ട് ടേംസ് ആണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ത്രൂ എനി കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട് എന്നാണല്ലോ. അപ്പോൾ കണ്ടക്ടറിലൂടെ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ ആവുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ കറണ്ടിനെ പുഷ് ചെയ്യുന്ന ബലത്തിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി കറണ്ടിനെ നമ്മൾ കൊടുക്കുന്ന സിമ്പല് I ആണ്. അതായത് ആംബിയർ. I അല്ലെങ്കിൽ ആംബിയർ എന്ന രീതിയിലാണ് ആ കടന്നു പോകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്നത്. എത്രത്തോളം ഇലക്ട്രോൺസ് കടന്നു പോയി ഒഴുകുന്നു എന്നതിനുള്ള നിരക്കിനെയാണ് നമ്മൾ ആംബിയർ എന്ന് വിളിക്കുന്നത്. ഇനി അതിനെ പുഷ് ചെയ്യാൻ കിട്ടിയ പ്രഷർ നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞല്ലോ. വോൾട്ടേജിനെ നമ്മൾ V എന്ന് തന്നെയാണ് വിളിക്കുന്നത്, വോൾട്ട്. അപ്പോൾ ഈ ഐയും വിയും ഓർത്ത് വെച്ചിരിക്കണം. നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ ഇത് ആവശ്യമുള്ളതാണ്. കാരണം നമ്മൾ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്.